ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻ PYQ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് 2025 ഡിസംബറിൽ UGC നെറ്റ് കൊമേഴ്സിന് വന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സ്റ്റേണൽ ടെക്നിക് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെൻറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ കുറേ ടെക്നിക്സുകളുണ്ട്. അതിൽ ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എക്സ്റ്റേണൽ അല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെൻറ്റ് നമുക്കറിയാം അല്ലേ. എക്സ്ചേഞ്ച് റേറ്റിൽ നിന്ന് ഫ്ലക്ച്വേഷൻസ് അത് മാനേജ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് എന്ത്, ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെൻറ്റ്. ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെൻറ്റിൽ 3 ടൈപ്സ് വരുന്നുണ്ട്: ട്രാൻസാക്ഷൻ എക്സ്പോഷർ, ട്രാൻസ്ലാഷൻ ആൻഡ് എക്കണോമിക്. എന്താ ട്രാൻസാക്ഷൻ എന്നാൽ? കറൻസി ഫ്ലക്ച്വേഷൻസ് ഇൻ ഫ്യൂച്ചർ ക്യാഷ് ട്രാൻസാക്ഷൻസ്, അതിനാണ് നമ്മൾ വിളിക്കുക ട്രാൻസാക്ഷൻ എക്സ്പോഷർ. നമ്മൾ ഇന്നൊരു കാര്യം എഗ്രി ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഫ്യൂച്ചറിൽ നമുക്ക് ആ പേയ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് അതിലെന്ത് വന്നിട്ടുണ്ടാവും, ഒരു ഫ്ലക്ച്വേഷനോ വേരിയേഷനോ വന്നിട്ടുണ്ടാവും ഡ്യൂ ടു എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് അല്ലേ. ഇനി സെക്കൻഡ് വൺ ട്രാൻസ്ലാഷൻ എക്സ്പോഷറാണ്. എന്താ ട്രാൻസ്ലേഷൻ എന്നാൽ? അതായത് ഒരു കമ്പനി, പാരൻറ്റ് കമ്പനിയും സബ്സിഡറി കമ്പനിയും ഉള്ള കേസിലാണ് എന്ത് വരിക, ട്രാൻസ്ലേഷൻ എക്സ്പോഷർ വരും. അതായത് പാരൻറ്റ് കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മുടെ സബ്സിഡറി കമ്പനി, അത് മറ്റുള്ള ഫോറിൻ കമ്പനികളുടെ അസറ്റ്സും ലാബിലിറ്റീസൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. അങ്ങനെ ഉൾപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഹോം കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ അസറ്റ്സും ലാബിലിറ്റീസൊക്കെ നമ്മൾ പാരൻറ്റ് കമ്പനീൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന റിസ്ക്കിനാണ് എന്ത് വിളിക്കുക, ട്രാൻസ്ലേഷൻ എക്സ്പോഷർ. അതായത് പാരൻറ്റ് കമ്പനിയും സബ്സിഡറി കമ്പനിയും ഉള്ള കേസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ട്രാൻസ്ലേഷൻ എക്സ്പോഷർ ഉണ്ടാവുള്ളൂ. തേർഡ് വൺ എന്താണ്, ഇക്കണോമിക് എക്സ്പോഷറാണ്. ഇക്കണോമിക് എക്സ്പോഷറിൽ പറയുന്നത് കറൻസി ഫ്ലക്ച്വേഷൻസ് കമ്പനീൻ്റെ മാർക്കറ്റ് വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുക, എക്കണോമിക് എക്സ്പോഷർ അല്ലെങ്കിൽ എക്കണോമിക് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. ഓക്കെ, അപ്പോൾ ഈ 3 ഓർത്ത് വെച്ചാൽ ട്രാൻസാക്ഷൻ, ട്രാൻസ്ലേഷൻ, ഇക്കണോമിക് ആണ്. ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി നമുക്കതിൽ നോക്കാനുള്ള ടെക്നിക്സ് ആണ്. ടെക്നിക്സിൽ പ്രധാനമായിട്ടും 2 ടെക്നിക്സ് ആണുള്ളത്, ഇൻറ്റേർണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട് അല്ലേ. ഇൻറ്റേർണലിൽ ഒന്നാമത്തെ വരുന്നത് നെറ്റിംഗ്, ദെൻ ലീഡിങ് ആൻഡ് ലാഗിങ്, ഹോം കറൻസി ഇൻവോയ്സിങ് ആൻഡ് നാച്ചുറൽ ഹെഡ്ജിങ് ആണ്. നെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഉണ്ടാവുമല്ലോ, സെയിം കറൻസിയിൽ നടക്കുന്ന റിസീവബിളും പേയ്മെൻറ്റ്സും ഉണ്ടാവും. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ഫൈനൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് ആ വരുന്ന ട്രാൻസാക്ഷൻസൊക്കെ ആദ്യം എന്ത് ചെയ്യുക, തമ്മിൽ മ്യൂച്വലി അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നെറ്റ് എമൗണ്ടിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. അതിനാണ് എന്ത് വിളിക്കുക, നെറ്റിംഗ് എന്ന് വിളിക്കുക. എന്നാൽ ലീഡിങ് ആൻഡ് ലാഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ റിസീവബിൾസ് ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ എന്താണ്, ആക്സിലറേറ്റ് ചെയ്യുക, മീൻസ് പെട്ടെന്ന് സ്പീഡാക്കുക എന്നാണ് അർത്ഥം. ലാഗ് ചെയ്യുക എന്ന് വെച്ചാൽ വൈകിപ്പിക്കുക, പേയ്മെൻറ്റോ റിസീവബിൾസോ നമ്മൾ വൈകിപ്പിക്കുന്നതിന് എന്ത് വിളിക്കാം, ലാഗിങ്. പിന്നെ മറ്റൊന്ന് ഹോം കറൻസി ഇൻവോയ്സിങ് ആണ്. അതായത് നമ്മൾ ക്ലയൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യുക, അതായത് ട്രാൻസാക്ഷൻസ് നമ്മൾ എങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ, നമ്മുടെ ഹോം കറൻസി അല്ലെങ്കിൽ ലോക്കൽ കറൻസിയിൽ മാത്രമേ ചെയ്യുള്ളൂ എന്ന രീതിയിൽ നമ്മൾ എന്ത് കൊടുക്കുക, ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. അതാണ് ഹോം കറൻസി ഇൻവോയ്സിങ്. നാലാമത്തത് നാച്ചുറൽ ഹെഡ്ജിങ് ആണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇൻറ്റേർണൽ ടെക്നിക്സ് ഓഫ് ഫോറിൻ റിസ്ക് മാനേജ്മെൻറ്റ്. ഇനി നമുക്ക് എക്സ്റ്റേണൽ നോക്കിയാലോ. എക്സ്റ്റേണൽ നമുക്ക് പരിചയമുള്ള വാക്കുകൾ തന്നെയാണ്: ഫോർവേഡ് കോൺട്രാക്റ്റ്, കറൻസി ഓപ്ഷൻ, കറൻസി ഫ്യൂച്ചർ, സ്വാപ്സ്. അതായത് നമ്മുടെ 4 കോൺട്രാക്റ്റുകൾ അല്ലേ, ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ ആൻഡ് സ്വാപ്സ്. ഇത്രയാണ് എക്സ്റ്റേണൽ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തായിരുന്നു, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സ്റ്റേണൽ ടെക്നിക്. ഇതിൽ എക്സ്റ്റേണൽ ടെക്നിക് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഫോർവേഡ് കോൺട്രാക്ട് എക്സ്റ്റേണൽ ആണ്, കറൻസി ഫ്യൂച്ചർ എക്സ്റ്റേണൽ ആണ്, സ്വാപ്സ് എക്സ്റ്റേണൽ ആണ്. ഇപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ അല്ലാത്ത ഇൻറ്റേർണൽ ഏത് മാത്രമേ ഉള്ളൂ, നെറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ, യെസ്. ഇനി അടുത്തത് എപ്പോഴും UGC നെറ്റ് എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ മാച്ച് ചെയ്യാനുള്ളത് അല്ലേ. അപ്പം ഇവിടെ 4 സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ട്: IND AS7, IND AS24, IND AS36, IND AS110. അപ്പോൾ എന്താ IND AS എന്ന് പറഞ്ഞാൽ? നമ്മൾ IFRS നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഈ IFRSനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് എന്ത്, IND AS. അപ്പോൾ നിങ്ങൾ IFRS പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി ഓർത്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, IND AS അല്ലെങ്കിൽ IND AS അല്ല, IFRSനെ ഡെവലപ്പ് ചെയ്യുന്ന ഏജൻസി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. IASB ആണ്. IASB എന്ന് എന്താണ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എപ്പോഴും എക്സാമിന് വരുന്ന കുറച്ചൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, കുറച്ച് ഐറ്റംസ്.
അത് നമ്മളൊന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് മുന്നേ നമുക്കിതിൻ്റെ ആൻസർ നോക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് അതൊന്ന് നോക്കി വരാം. ഇൻ ദി ഏസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ദെൻ ഇൻ ദി ഏസ് 2 ഇൻവെൻട്രീസ്, ഇൻ ദി ഏസ് 7 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, 10 റിപ്പോർട്ടിംഗ് ആഫ്റ്റർ അക്കൗണ്ടിംഗ് പീരീഡ്, 12 ഇൻകം ടാക്സ്, 16 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ആണ്. ഇൻ ദി ഏസ് 19 എംപ്ലോയി ബെനിഫിറ്റ്, ഇൻ ദി ഏസ് 23 ബോറോയിങ് കോസ്റ്റ്, ഇൻ ദി ഏസ് 24 റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ, 32 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്രസൻറ്റേഷൻ, 36 impairment of assets, 37 contingent liabilities and assets, 38 intangible assets, 40 investment property, 110 consolidated financial statements, 116 lease. ഇത്രയാണ് പ്രധാനപ്പെട്ട, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എക്സാമിന് ക്വസ്റ്റ്യൻസ് മാച്ച് ദി ഫോളോയിങ് വരുമ്പം ഇതിൽ നിന്ന് 2-3 എണ്ണെങ്കിലും ഉണ്ടാവും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈനൽ ആൻസറിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്കതിൻ്റെ ആൻസർ ഒന്ന് നോക്കിയാലോ. യെസ്, ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിലേതാ കറക്റ്റ് ആൻസർ വരാം? ഇൻ ദി ഏസ് 7 ഏതാണ് വരുന്നത്? നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇൻ ദി ഏസ് 7 ഏതാ വരുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആണല്ലോ. യെസ്, ഇൻ ദി ഏസ് 7 ഏതാണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം എ എന്ന് പറഞ്ഞ ഏതാണ്? 4th ആണ്. ദെൻ ഇൻ ദി ഏസ് 24 ഏതാ വരുന്നത്? ഇൻ ദി ഏസ് 24 എന്ന് പറയുന്നത് റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ ആണ്. റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ. ഓക്കെ, ബി സെക്കൻഡ്. ഇനി ഇൻ ദി ഏസ് 36 ഏതാണെന്ന് നോക്കി. ഇൻ ദി ഏസ് 36 എന്ന് പറയുന്നത് ഇമ്പയർമെൻറ്റ് ഓഫ് അസറ്റ്സ് ആണ്. എന്താണ്? ഇമ്പയർമെൻറ്റ് ഓഫ് അസറ്റ്സ്. ഓക്കെ, 1 സി 1 ആണ്. ദെൻ ഇൻ ദി ഏസ് 110, ഇനി ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ. ഏതാ വരാം? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും ഇൻ ദി ഏസ് സ്റ്റാൻഡേർഡ്സുകൾ എന്താണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെക്ഷൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് കണ്ടെയ്ൻസ് എക്സിക്യൂട്ടീവ് സമ്മറി? എക്സിക്യൂട്ടീവ് സമ്മറി ഇതിൽ ഏതിലാണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ റിസർച്ച് റിപ്പോർട്ടിന് എലമെൻറ്റ്സ് അല്ലെങ്കിൽ കോമ്പണൻസ് ഉണ്ട് അല്ലേ. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. കോമ്പണൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ടാണ്. നമുക്ക് നോക്കിയാലോ. കോമ്പണൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ടിൽ 4 എണ്ണാണുള്ളത്. പ്രഡേറ്ററി, ഇൻട്രൊഡക്ടറി, മെയിൻ റിസർച്ച് ബോഡി, സപ്ലിമെൻ്ററി ഇൻഫർമേഷൻ. ഈ പ്രഡേറ്ററി ഇൻഫർമേഷനിൽ വരുന്നത് ഒന്ന് എക്സിക്യൂട്ടീവ് സമ്മറിയാണ്. എന്തൊക്കെയാണ് വരുന്നത്? എക്സിക്യൂട്ടീവ് സമ്മറി. പ്രഡേറ്ററിൽ വരുന്നത് എക്സിക്യൂട്ടീവ് സമ്മറി, പിന്നെ അക്നോളജ്മെൻറ്റ്, ടേബിൾ ഓഫ് കണ്ടൻറ്റ്, എക്സെട്ര. ഇത്രയും കാര്യങ്ങളാണ് എവിടെ വരുന്നത്? പ്രഡേറ്ററിൽ വരുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടും അല്ലേ. എക്സിക്യൂട്ടീവ് സമ്മറി എവിടെ വരുന്നതാണ്? പ്രഡേറ്ററിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഇങ്ങോട്ട് നോക്കാം. ഇൻട്രൊഡക്ടറിയിൽ വരുന്നത് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഔട്ട്ലൈൻ, അതിൻ്റെ ഒബ്ജക്റ്റീവ്, ഔട്ട്ലൈൻ, ഒബ്ജക്റ്റീവ്, പിന്നെ അതേപോലെ തന്നെ സ്കോപ്പ് ഓഫ് റിസർച്ച്. ഇത്രയും കാര്യങ്ങൾ എവിടെയാണ് വരുന്നത്? ഇൻട്രൊഡക്ടറിയിലാണ് വരുന്നത്. ദെൻ മെയിൻ റിസർച്ച് ബോഡിയിൽ വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് സെക്ഷൻസ് ആണ്. ഡീറ്റെയിൽഡ് അതിൽ വരുന്നത് ലിറ്ററേച്ചർ റിവ്യൂ, അതേപോലെ തന്നെ മെത്തഡോളജി, റിസർച്ച് മെത്തഡോളജി, ദെൻ ലാസ്റ്റ് ഡാറ്റ അനാലിസിസ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരുന്നത് മെയിൻ റിസർച്ച് ബോർഡിലാണ്. ഇനി സപ്ലിമെൻ്ററിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രൊജക്റ്റിൻ്റെ റെഫറൻസുകളാണ്. നമ്മൾ പ്രൊജക്റ്റിന് ലാസ്റ്റ് റെഫറൻസ് ചെയ്തുവല്ലോ, റെഫറൻസ്. അതേപോലെ തന്നെ അപ്പൻഡിസസ്. ഇതാണ് ഇതിൻ്റെ ഒരു കോമ്പണൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിത് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോകാൻ കാരണം ഈ പ്രാവശ്യം പ്രഡേറ്ററിയാണ് ചോദിച്ചതെങ്കിൽ നെക്സ്റ്റ് ടൈം എക്സാമിന് വരുന്ന സമയത്ത് ഇതിന് ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നമുക്ക് എന്ത് വരാം, ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സിക്യൂട്ടീവ് സമ്മറി എവിടെയാണ് ഉൾപ്പെടുക എന്നുള്ളതാണ്. നമുക്കതിന് ആൻസർ കിട്ടിയ എവിടെയാണ്? പ്രഡേറ്ററി ഇൻഫർമേഷനിലാണ്. ഓക്കെ, ദെൻ ഒരു അസേഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ അസേഷൻ കുറച്ച് വലുതാണ്. അതായത് എ ജെൻറ്റിൽമാൻ ഡൈഡ് ലീവിങ് എ യങ് വിഡോ.
The relatives of the deceased threatened the widow to adopt a boy. Otherwise, they would not allow her to remove the dead body of her husband for cremation. The widow adopted the boy. സംഭവം ഇതാണ്, ഒരാളുടെ ഭർത്താവ് മരിച്ചുപോയി, അയാൾ ആ ലേഡി എന്തായി, വിഡോ ആയി. അപ്പം ഈ ഭർത്താവിൻ്റെ റിലേറ്റീവ്സ് അവർ ഈ ലേഡീനെ ഫോഴ്സ് ചെയ്യാണ് എന്തിന്, ഒരു ബോയിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ചടങ്ങുകളൊന്നും നടത്താൻ വേണ്ടി സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിഡോ എന്ത് ചെയ്യാണ്, ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാണ്. ബട്ട് സബ്സിക്വൻ്റ്ലി അതിന് ശേഷം വിഡോ ആ ഒരു ലേഡി എന്ത് ചെയ്യാണ്, ഈ ഒരു അഡോപ്ഷൻ ക്യാൻസൽ ചെയ്യാണ്. കാരണം ഇത് കോടതിക്ക് മനസ്സിലായി, കാരണം ആ ലേഡീസ് എന്താണ് അവരുടെ ഇഷ്ടപ്രകാരം എടുത്ത തീരുമാനമല്ല, ഒരു ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് എടുത്ത തീരുമാനമായതുകൊണ്ട് ആ ഒരു ലേഡീൻ്റെ അഡോപ്ഷൻ പ്രോസസ്സ് എന്ത് ചെയ്യാണ്, ക്യാൻസൽ ചെയ്യാണ് ചെയ്യുന്നത്, കുട്ടീനെ അഡോപ്റ്റ് ചെയ്ത പ്രോസസ്സ്. അപ്പം അസേഷൻ അതാണ്, റീസൺ അതാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ അസേഷൻ റീസണും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഇതാണ് വരിക, ഓപ്ഷൻ 1 ആണ്. അതായത് ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്, ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇതിങ്ങനെ പറയാൻ കാരണം നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ, ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഫ്രീ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുക. എന്താണ് ഫ്രീ കൺസെൻറ്റ്? ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ആരും എന്ത് ചെയ്യാൻ പാടില്ല, ഇടപെടാൻ വേണ്ടി പാടില്ല. നമ്മുടെ ഇഷ്ടപ്രകാരം ആയിരിക്കണം ആ തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട്, ആ ഒരു ബോയിനെ ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യാൻ പറ്റും, ലീഗലി വാലിഡ് അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നോക്കേണ്ടത് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽസ് ആണ്. അതിലൊന്ന് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്, സെക്കൻഡ് വൺ ലോഫുൾ കൺസിഡറേഷൻ. ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്താണ്, ഒരാളൊരു ഓഫർ കൊടുക്കണം, മറ്റേ ആളത് ആക്സെപ്റ്റ് ചെയ്യണം. ദെൻ ലോഫുൾ കൺസിഡറേഷൻ എന്ന് വെച്ചാൽ കൺസിഡറേഷൻ മീൻസ് ദ മണി വാല്യൂ ആണ്. ഓക്കെ, ദെൻ ലീഗൽ റിലേഷൻ, രണ്ട് പാർട്ടീസ് തമ്മിൽ എന്തുണ്ടായിരിക്കണം, ലീഗൽ റിലേഷൻ ഉണ്ടാവണം. ദെൻ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന പാർട്ടീസ് എന്തായിരിക്കണം, അതിനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം. അവരെന്തായിരിക്കാൻ പാടില്ല, മൈനർ ആവാൻ പാടില്ല, അൺസൗണ്ട് മൈൻഡ് ആവാൻ പാടില്ല, ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ആവാൻ പാടില്ല. അടുത്തതാണ് ഫ്രീ കൺസെൻറ്റ്. കൺസെൻറ്റ് എപ്പോഴും ഫ്രീ ആയിരിക്കണം. അത് കൊയേഷൻ ആവാൻ പാടില്ല, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ല, ഫ്രോഡ് ആവാൻ പാടില്ല, മിസ്റ്റേക്ക് ആവാൻ പാടില്ല, മിസ് റെപ്രസെൻറ്റേഷൻ ആവാൻ പാടില്ല. ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കേസ് കൊയേഷൻ്റെ കേസാണ്. അതായത് നമ്മൾ ഫിസിക്കലി എന്ത് ചെയ്യുക, ഫോഴ്സ് ചെയ്യാം. ഇനി അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണ്, നമ്മളൊരു പവർ വെച്ചിട്ട് നമ്മൾ ഒരാളെ എന്താണ് ഇൻഫ്ലുവൻസ് ഇതിനെന്ത് വിളിക്കുക, അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഇപ്പം പാരൻ്റ് കുട്ടീനെ ഫോഴ്സ് ചെയ്യുക ഒരു കാര്യം ചെയ്യാൻ വേണ്ടി, കാരണം ഒരു പാരൻ്റ് എന്നുള്ള പവറിൽ നിന്നുകൊണ്ട്, അതിനാണ് എന്ത് വിളിക്കുക, അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഓക്കെ, ദെൻ അതേപോലെ ഫ്രോഡ് ഉണ്ട്, മിസ്റ്റേക്ക് ഉണ്ട്, മിസ്റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊന്നും ഉണ്ടാവാതെ ഒരു ഫ്രീ കൺസെൻറ്റ് ആയിരിക്കണം. ദെൻ ലാസ്റ്റ് വൺ പെർഫോമൻസ്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു ലേഡി ഒരു കൊയേഷൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നീട് കോടതിയിലേക്ക് പോയപ്പോൾ കോടതി ആ കാര്യം മനസ്സിലായതുകൊണ്ട് ആ ഒരു അഡോപ്ഷൻ പ്രോസസ്സ് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന അസേഷൻ റീസൺ എന്താണ്, കറക്റ്റാണ്. ഇനി അടുത്തതും ഒരു അസേഷൻ റീസൺ ആണ്. അസേഷനിൽ പറയുന്നത് RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ആണ്. ഇറ്റ്സ് എ ഫണ്ട് ട്രാൻസ്ഫർ മെക്കാനിസം where transfer of money takes place from one bank to another on a real time and gross basis. അതിൻ്റെ റീസൺ കൊടുത്തിരിക്കുന്നത് there is no minimum ceiling for the RTGS transactions. ഓക്കെ, അപ്പോൾ അതിൻ്റെ എന്താണ് RTGS എന്ന് നമ്മൾ നോക്കണം. RTGS നോക്കുന്ന സമയത്ത് നമുക്ക് എന്തും കൂടി നോക്കേണ്ടതുണ്ട്, നെഫ്റ്റ് എന്താണെന്നും കൂടി നോക്കണം. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ്. ഞാനിവിടെ ഒരു ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. നെഫ്റ്റിൻ്റെ കേസിൽ മിനിമം ട്രാൻസ്ഫർ വാല്യൂ എത്രയാണ്, ₹1 ആണ്. RTGSൻ്റെ കേസിലാണോ ₹2 lakhs. ബട്ട് നമ്മളിപ്പം ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു റീസൺ വായിച്ചു. എന്താ വായിച്ചത്, ദർ ഈസ് നോ മിനിമം സീലിംഗ് ഫോർ RTGS ട്രാൻസാക്ഷൻ. അപ്പോൾ അതെന്തായാലും നമുക്ക് മനസ്സിലായി, തെറ്റാണെന്ന് മനസ്സിലായി. കാരണം എന്താണ്, ഇവിടെ പറയുന്നുണ്ട് മിനിമം എത്ര ഉണ്ടായിരിക്കണം, ₹2 lakh ഉണ്ടായിരിക്കണം. ഓക്കെ, ഞാനതിൻ്റെ കൂടെ IMPS കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ അതും കൂടെ ഒന്ന് റെഫർ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ദെൻ പേയ്മെൻറ്റ് ഓപ്ഷൻസ്, നെഫ്റ്റ് ആണെങ്കിൽ ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട്, RTGSും അതേപോലെ തന്നെ ഓഫ്ലൈനും ഓൺലൈനും ഉണ്ട്. മാക്സിമം ട്രാൻസ്ഫർ വാല്യൂവിന് നെഫ്റ്റിലും RTGSലും എന്തില്ല, ലിമിറ്റ് ഇല്ല. പക്ഷേ IMPSൽ എന്തുണ്ട്, 2 lakh ലിമിറ്റ് ഉണ്ട്. മേ ബി ഇതൊരു അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. IMPSൽ മാക്സിമം ലിമിറ്റ് എത്രയാണ്, 2 ലക്ഷം രൂപയാണ്. ഇനി ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് ബേസ് ആണ്, ഇത് വെച്ചിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നെഫ്റ്റ് ആണെങ്കിൽ ഹാഫ് ഹവർലി ബേസിലാണ്, അത് റിയൽ ടൈമല്ല, നമ്മളിപ്പോൾ അയച്ച അപ്പം തന്നെ എമൗണ്ട് ട്രാൻസ്ഫർ ആവില്ല. ഹാഫ് അവർ വെച്ചിട്ടാണ് അവരൊരു ലോട്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് എന്ത് ചെയ്യാം, മണി ട്രാൻസ്ഫർ നടക്കുക. RTGS ആണെങ്കിൽ എന്താണ്, റിയൽ ടൈമാണ്. അതേപോലെ തന്നെ IMPSും റിയൽ ടൈമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിന് ആൻസർ കിട്ടിയല്ലേ. RTGS എന്താണ്,
റിയൽ ടൈം ബേസിൽ അവിടെ നമ്മൾ കണ്ടല്ലോ അല്ലേ, റിയൽ ടൈം ബേസിലാണ് നമ്മൾ ആ ഡിവിഷനിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്ത് പറയുന്നുണ്ട്, റിയൽ ടൈം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അസേഷൻ ശരിയാണ്, പക്ഷേ റീസൺ എന്താണ്, തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക, ഓപ്ഷൻ 3 ആണ് വരിക. അതായത് എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ്. ഓക്കെ, ദെൻ അറേഞ്ച് ദി ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് പെർ ദിയർ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിൽ അതിൻ്റെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ട്രേഡ് ബ്ലോക്സുകൾ ഒരുപാട്, റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ ക്ലാസ്, ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ചാനലിൽ അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ഓരോ റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെയും ട്രേഡ് ബ്ലോക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതിൽ നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ് വരിക എന്നുള്ളത്. യെസ്, ഈ പറഞ്ഞ ഈ 4 ഓപ്ഷൻസ്, അതായത് ഒന്ന് നാഫ്ത, EU യൂറോപ്യൻ യൂണിയൻ, ആസിയാൻ, പിന്നെ UNCTAD. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻഫർമേഷൻ മാത്രം ഞാനിവിടെ കൊടുക്കുകയാണ്. അതായത് UNCTAD എന്ന് പറയുന്നത് 1964 എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സ്ഥാപനമാണ്. ഓക്കെ, അതായത് എന്തിനു വേണ്ടിയിട്ട് ഈ UNCTAD ഡെവലപ്പ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊമോട്ട് ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ്, ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഇടയിൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് UNCTAD എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതെപ്പോഴാണ്, 1964. ദെൻ ആസിയാൻ 1967. യൂറോപ്യൻ യൂണിയൻ 1993. അത് ഓർമ്മിക്കുമ്പോൾ നിങ്ങൾ ഈ മാസ്ട്രിക്റ്റ് ട്രീറ്റിയും കൂടി ഓർമ്മിച്ച് വെക്കണേ. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. മാസ്ട്രിക്റ്റ് ട്രീറ്റിൻ്റെ ബേസിലാണ് എന്ത് വന്നത്, യൂറോപ്യൻ യൂണിയൻ ഫോം ചെയ്തത്. ദെൻ നാഫ്ത എപ്പോഴാണ് വന്നത്, 1994. അതായത് USA, കാനഡ, മെക്സിക്കോ ഇവർ ചേർന്നിട്ടുള്ളതാണ് എന്ത് വരുന്നത്, നാഫ്ത വരുന്നത്. ബട്ട് കറൻ്റ്ലി നാസ നമുക്ക് നിലവിലില്ല. അതിന് പകരം 2020 അതിനെന്ത് ചെയ്തിട്ടുണ്ട്, റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. USMCA, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ കാനഡ അഗ്രിമെൻ്റ് എന്ന രീതിയിൽ അതിനെന്ത് ചെയ്തിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട്. ആ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അതേപോലെ നമുക്ക് സാർക്ക് ചിലപ്പം എക്സാമിന് വരാറുണ്ട്. ഓക്കെ, സാർക്കിൻ്റെ വർഷം നിങ്ങൾ ഓർത്ത് വെക്കുക, 1985 ആണേ. 1985 ആണ് എന്ത് വന്നത്, സാർക്ക് വന്നത്. ദെൻ അതേപോലെ തന്നെ വേൾഡ് ബാങ്കിൻ്റെ IMFൻ്റെ വർഷം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക, 1944. ദെൻ വേൾഡ് ബാങ്ക് ഡെവലപ്പ് ചെയ്ത, അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് വരാനുണ്ടായ ഒരു ട്രീറ്റി ഉണ്ട്. യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ മാസ്ട്രിക്റ്റ് ട്രീറ്റി ആണെങ്കിൽ, വേൾഡ് ബാങ്ക് വരാനുള്ള ട്രീറ്റി എന്തായിരുന്നു, ബ്രെട്ടൺ വുഡ് കോൺഫറൻസ് ആണ്. ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസ്, അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം ഏതാ വരിക, ഓക്കെ. അപ്പോൾ നമ്മളിതിൻ്റെ ഓരോ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്മൾ നോക്കി. അപ്പോൾ അതിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് വരുന്ന ഏതാണ്, UNCTAD ആണ്. ഓക്കെ, UNCTAD അതിൻ്റെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതാണ് ഒരു കൺഫ്യൂഷൻ വന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ വരിക DCBA ആണ്. ഓക്കെ, ഈ ഓർഡറിലാണ് ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, ആ രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ അഡീഷണൽ ഇൻഫർമേഷൻ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കാം. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡിഫറൻസ് കർവ് എല്ലാ എക്സാമിനും UGC നെറ്റ് എക്സാമിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിന് ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് ജസ്റ്റ് നോക്കി വരാം. ഏതൊക്കെയാണ്, ഒന്ന് ഓൾവേസ് സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. ദെൻ കോൺവെക്സ് ടു ദി ഒറിജിൻ. ദെൻ ഹയർ ഇൻഡിഫറൻസ് കർവ് മീൻസ് ഹയർ സാറ്റിസ്ഫാക്ഷൻ. ഇൻഡിഫറൻസ് കർവ് നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ, നെവർ ടച്ചസ് ഓൺ ഏതൊരു ആക്സിസ്, മേ ഓർ മേ നോട്ട് ബി പാരലൽ. ഇത്രയാണ് ഇതിന് ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. നമുക്കിതിന് നോക്കിയാലോ. ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ് ടു റൈറ്റ്, ശരിയായ പ്രോപ്പർട്ടി അല്ലേ, നമ്മളിപ്പോൾ നോക്കിയപ്പോൾ അത് കണ്ടു അല്ലേ. ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ദെൻ ഇൻഡിഫറൻസ് കർവ് ഇസ് കോൺകേവ് ടു ഒറിജിൻ ആണോ, അല്ല. എന്ത് ഒറിജിനാണ്, കോൺവെക്സ് ടു ഒറിജിനാണ്. കോൺകേവ് ടു ഒറിജിൻ അല്ല, കോൺവെക്സ് ടു ഒറിജിനാണ്.
ഇനി ഇൻഡിഫറൻസ് കർവ് കനോട്ട് ഇൻ്റർസെക്ട് ഈച്ച് അതർ, അത് ശരിയാണ്. പക്ഷേ അതിൻ്റെ കൂടെ കൊടുത്ത വാക്ക് നിങ്ങൾ നോക്കി, ബട്ട് ക്യാൻ ബി ടാൻജൻറ്റ് ടു ഈച്ച് അതർ. ടാൻജൻറ്റ് തന്നെ എന്താണ്? ടച്ച് ചെയ്യാം എന്നാണ് അർത്ഥം. അങ്ങനെ പാടുണ്ടോ? പ്രോപ്പർട്ടീസിൽ അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല. അതും എന്താണ്? തെറ്റാണ്. ഇനി ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെൻറ്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അത് ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക? 3 ആണ്. എ, സി ആൻഡ് ഇ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് മാച്ച് ദി ഫോളോയിങ് ആണ്. അതായത് ഇത് വളരെ സിമ്പിൾ ബേസ് ക്വസ്റ്റ്യനിൽ നിന്ന് വന്നൊരു ബേസ് പാർട്ടിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ് അക്കൗണ്ടിങ്ങിൻ്റെ. അതായത് കൺവെൻഷൻസ്, കൺസെപ്റ്റുകൾ, പ്രിൻസിപ്പിൾസ് ആ ഭാഗത്ത് നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. മേക്കിംഗ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ആൻഡ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെബ്റ്റേഴ്സ്, അത് ഏത് കൺസെപ്റ്റ് ആയിരുന്നു? കൺസർവേറ്റിസം ആണ് അല്ലേ? അപ്പം എ എന്താണ്? 4 കൺസർവേറ്റിസം. കൺസെപ്റ്റ് പ്രകാരം നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ ഫ്യൂച്ചർ ലോസിനെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം, പക്ഷേങ്കിൽ ഫ്യൂച്ചർ ഗെയിനിനെ, പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. ആ ഒരു കൺസെപ്റ്റാണെന്ത്? കൺസർവേറ്റിസം. ഇനി സെക്കൻഡ് വൺ, എക്സ്പെൻസസ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇൻ ദി പീരീഡ് ഇൻ വിച്ച് അസോസിയേറ്റഡ് വിത്ത് റവന്യൂസ് റെക്കഗ്നൈസ്ഡ്. ഏത് വർഷമാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്തത് ആ വർഷം തന്നെ നമ്മൾ എന്തും റെക്കഗ്നൈസ് ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസും റെക്കഗ്നൈസ് ചെയ്യണം. വളരെ സിമ്പിളാണ്, മാച്ചിങ് കൺസെപ്റ്റ്. ഇനി അസറ്റ്സ് ആർ നോട്ട് ഷോൺ അറ്റ് ദിയർ കറണ്ട് റിയലൈസബിൾ വാല്യൂ. അസറ്റ്സ് ആർ നോട്ട് ഷോൺ അറ്റ് ദിയർ കറണ്ട് റിയലൈസബിൾ വാല്യൂ. ഈ ഒരു ടേം, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൻ്റെ ബേസിലാണ് വന്നിരിക്കുന്നത് അല്ലേ? എന്ത് കൺസെപ്റ്റാണ്? ഗോയിങ് കൺസേൺ. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം എന്താണ്? നമ്മളെ ബിസിനസ് ഒരുപാട് വർഷം കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, കറണ്ട് റിയലൈസബിൾ വാല്യൂവിൽ നമ്മൾ അസറ്റിനെ കാണിക്കില്ല. കാരണം എന്താണ്? നമ്മൾക്ക് അസറ്റ് ഒരുപാട് വർഷം നമുക്ക് യൂസ് ചെയ്യണം അല്ലേ? ദെൻ ഇൻറ്റേർണലി ജനറേറ്റഡ് ഗുഡ് വിൽ ഈസ് നോട്ട് റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. ഇൻറ്റേർണലി ജനറേറ്റ് ചെയ്ത ഗുഡ് വിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ഇല്ല. അത് പറയുന്ന കൺസെപ്റ്റ് കോസ്റ്റ് കൺസെപ്റ്റാണ്. ഓക്കെ. അപ്പം ആൻസർ വരുന്നതാണ് ഓപ്ഷൻ 2. ഓക്കെ. Then which of the following are the part of external environment? ഇപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റിനെ, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിന് നമ്മൾ വീണ്ടും എന്തിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? സബ് ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയായിട്ടാണ് കൊടുക്കുന്നത്? മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെൻറ്റ്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ മൈക്രോ എൻവയോൺമെൻറ്റിൽ എന്തൊക്കെയാണ് വരിക? മൈക്രോ ആൻഡ് മാക്രോ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? മാക്രോ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള എലമെൻറ്റ്സുകൾ അല്ലെങ്കിൽ അതിൻ്റെ എൻവയോൺമെൻറ്റിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. മൈക്രോയിൽ വരുന്നത് ബിസിനസ്സുമായിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള വരുന്ന കാര്യങ്ങളാണ് എന്ത് വരുന്നത്? മൈക്രോയിൽ വരുന്നത്. അതായത് കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, ഇൻ്റർമീഡിയറ്റ്സ് ഒക്കെ എവിടെയാണ് വരിക? മൈക്രോയിലാണ് വരിക. ഇനി മാക്രോയിൽ എന്താ വരിക? മാക്രോയിൽ നമ്മളൊരു ഷോർട്ട് ഫോമിലായിട്ട് പഠിക്കാം. PESTLE. ഓക്കെ. പി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ, ഇ എക്കണോമിക്കൽ, എസ് സോഷ്യൽ, ടി ടെക്നോളജിക്കൽ, എൽ ലീഗൽ, ഇ എൻവയോൺമെൻറ്റ്. ഓക്കെ. അപ്പം ഇത്രയും ഫാക്ടേഴ്സ് എന്താണ്? മാക്രോ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ പറ്റും. കസ്റ്റമേഴ്സ് എന്താണ്? മൈക്രോ ആണ്. ദെൻ ഇക്കണോമിക് ഫാക്ടേഴ്സ് എന്താണ്? മാക്രോ ആണ്. നാച്ചുറൽ ഫാക്ടർ എന്താണ്? മീൻസ് എൻവയോൺമെൻറ്റൽ ഫാക്ടർ മാക്രോ ആണ്. മാർക്കറ്റ് ഇൻ്റർമീഡിയറ്റ്സ് എന്താണ്? മൈക്രോ ആണ്. കോമ്പറ്റീറ്റേഴ്സ് മൈക്രോ ആണ്. ഓക്കെ. അപ്പം ഈ ഒരു മാക്രോ ഫാക്ടേഴ്സും മൈക്രോ ഫാക്ടേഴ്സും കൃത്യമായിട്ട് മനസ്സിലായ ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അറേഞ്ച് ദി ഫോളോയിങ് സ്റ്റെപ്സ് ഓഫ് സാമ്പിൾ ഡിസൈൻ പ്രോസസ് ഇൻ കറക്റ്റ് ഓർഡർ. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സാമ്പിളിംഗ് ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്നുള്ള മൈൻഡിൽ നമുക്ക് ഉണ്ടായിരിക്കണം അല്ലേ? യെസ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പോപ്പുലേഷനെ ഡിഫൈൻ ചെയ്യണം. യെസ്. അതെന്താ ചെയ്യേണ്ടത്? പോപ്പുലേഷനെ ഡിഫൈൻ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? സാമ്പിളിംഗ് ഫ്രെയിം ഡിസൈൻ ചെയ്യണം. അതിനുശേഷം സാമ്പിളിംഗ് ടെക്നിക്ക്, അതിനുശേഷം സാമ്പിൾ സൈസ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സാമ്പിളിംഗ് ടെക്നിക്ക്. നമുക്ക് ജസ്റ്റ് നോക്കാം എന്തൊക്കെയാണ് സാമ്പിളിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ മെത്തേഡ് എന്നുള്ളത്. സാമ്പിളിംഗ് ടെക്നിക്കുകൾ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? പ്രോബബിലിറ്റി എന്നും നോൺ പ്രോബബിലിറ്റി എന്നും. പ്രോബബിലിറ്റി മെത്തേഡ്സ് ഏതൊക്കെയാണ് വരുന്നത്? റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ്, ക്ലസ്റ്റർ, സിസ്റ്റമാറ്റിക്. നോൺ പ്രോബബിലിറ്റിയിലോ കോട്ട, പെർപ്പസീവ്, സ്നോബോൾ ആൻഡ് കൺവീനിയൻസ് സാമ്പിളിംഗ്.
അപ്പോൾ നിങ്ങളൊരു കാര്യം പഠിക്കുമ്പം അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ച് വെക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ നമ്മുടെ ആൻസർ ഏതാണ്? സെക്കൻഡ് ഓപ്ഷനാണ്. ഓക്കെ.